ഹലോ എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് കളക്ഷൻ 24. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും കൺഫ്യൂസ്ഡ് ആയതും പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ടാക്സ് പ്ലാനിങ്, ടാക്സ് മാനേജ്മെൻറ്റ്, ടാക്സ് അവോയ്ഡൻസ് ആൻഡ് ടാക്സ് ഏവിയേഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. UGC നെറ്റ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, സിലബസ് വെച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരാനായി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ടാക്സ് പ്ലാനിങ്. എന്താണ് ടാക്സ് പ്ലാനിങ്? It is a planning in advance to avail the exemption and deduction before payment of tax. എക്സംഷൻസും ഡിഡക്ഷൻസും യൂസ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. എക്സംഷൻ ഡിഡക്ഷൻ മീൻസ് നമ്മൾ ഇപ്പോൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഡിഡക്ഷൻസ് 18C മുതൽ 18U വരെയുള്ള ഡിഡക്ഷൻസ്. അപ്പോൾ ഇത്തരം ഡിഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതൊരു ലീഗൽ ആക്റ്റാണ്. ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ആക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫ്രാഡുലൻറ്റ് വൺ. അതായത് നമ്മളൊരു കള്ളത്തരം ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സംഷൻസും ഡിഡക്ഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടാക്സ് മാനേജ്മെൻറ്റ്. ടാക്സ് മാനേജ്മെൻറ്റും ലീഗലാണ്. നമ്മൾ ടാക്സ് പ്ലാനിങ് പഠിച്ച പോലെ ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ലീഗൽ. ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ടാക്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, പ്രോപ്പർ ഫയലിംഗ് ഓഫ് റിട്ടേൺസ്, പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, ഗെറ്റിംഗ് അക്കൗണ്ട്സ് ഓഡിറ്റ്. ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സിന് ആവശ്യമായുള്ള അക്കൗണ്ട്സും പേപ്പേഴ്സും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ അക്കൗണ്ട്സൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റിട്ടേൺസ് കറക്റ്റായിട്ട് തന്നെ ഫയൽ ചെയ്യുക, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഗെറ്റ് അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പെനാൽറ്റിയും ടാക്സ് ലയബിലിറ്റിയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെൽ ടൈംഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആൻഡ് റെഗുലർ ഫോളോയിങ് ടു ദ ലോസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ദാറ്റ് വിൽ റെഡ്യൂസ് പെനാൽറ്റി ആൻഡ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലോസ് ഫോളോ ചെയ്തിട്ടും ഫിനാൻഷ്യൽ അഫയേഴ്സ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പെനാൽറ്റീസും ടാക്സ് ലയബിലിറ്റീസും റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വെൽ ടൈംഡ് ആൻഡ് റെഗുലർ അഡ്ഹറൻസ് ടു ദ ടാക്സ് ലോസ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ് ഇൻ എ വേ ദാറ്റ് റെഡ്യൂസസ് ദ ടാക്സ് ലയബിലിറ്റി. ഓപ്ഷൻ എ ടാക്സ് ഏവിയേഷൻ, ഓപ്ഷൻ ബി ടാക്സ് ബേർഡൻ, ഓപ്ഷൻ സി ടാക്സ് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ ഡി ടാക്സ് അവോയ്ഡൻസ്. നമ്മളിപ്പോൾ പഠിച്ചതാണ് ടാക്സ് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ ഫിനാൻഷ്യൽ അഫയേഴ്സ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ലോസൊക്കെ നമ്മൾ കറക്റ്റായി ഫോളോ ചെയ്തിട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നത്, ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ വരുന്ന വീഡിയോസിൽ, അതായത് വരുന്ന സ്ലൈഡ്സിൽ പഠിക്കുന്നതാണ്. ടാക്സ് ഏവിയേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മളത് പഠിക്കും. ടാക്സ് അവോയ്ഡൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടാക്സ് അവോയ്ഡൻസ്. എന്താണ് ടാക്സ് അവോയ്ഡൻസ്? ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ ബട്ട് ഇമ്മോറൽ. ഇറ്റ് യൂട്ടിലൈസസ് ദ ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോസ്. അപ്പോൾ ഇവിടെ നല്ലോണം ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ. ടാക്സ് ലയബിലിറ്റീസ് നമ്മൾ കുറയ്ക്കുകയാണ്. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ. ലോസിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയാം. ഇത് ലീഗലാണോ ചോദിച്ചാൽ ലീഗലാണ്, പക്ഷേ ഇമ്മോറലാണ്. ഇതൊരു നല്ലൊരു രീതിയല്ല. ഇങ്ങനെ കുറയ്ക്കുക, നമ്മളിങ്ങനെ ടാക്സ് അവോയ്ഡൻസിലൂടെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് ഒരു മോറലായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ക്വസ്റ്റ്യൻ ഈസ് reducing the tax liabilities by taking advantage of the loopholes in the law is called. അല്ലേ? അതായത് ലൂപ്പ് ഹോൾ ഇൻ ദ ലോ എന്നാണ് പറയുന്നത്. ഈ ഒരു വേർഡ് കാണുകയാണെങ്കിൽ ആൻസർ ഈസ് ടാക്സ് അവോയ്ഡൻസ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. കാരണം ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും നമ്മൾ പഠിച്ചതാണ്. ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എന്താ? എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് യൂസ് ചെയ്തിട്ട്
ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുക. സോ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടതാണ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. ഡിഡക്ഷൻസ് ഏതാണെന്ന് നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ട്. 18C മുതൽ 18U ആണ്. നമ്മളതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓരോ ഡിഡക്ഷൻ്റെയും. അപ്പോൾ ഇങ്ങനെ ഡിഡക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനാണ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. പിന്നെ ടാക്സ് മാനേജ്മെൻറ്റ് എന്താണ്? പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫിനാൻഷ്യൽ അഫയേഴ്സൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നതിനാണ് ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും അല്ലാന്ന് മനസ്സിലായി. പിന്നെ ഏതാ? ടാക്സ് അവോയ്ഡൻസ് ആണ് അല്ലേ. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ ഓർത്തിരിക്കണം. Next question is, which of the following is not illegal but is against the intention for which the law is made? അതായത് ലീഗലാണ് എന്നാൽ എഗെയിൻസ്റ്റ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ ലോ, ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ലീഗലാണ്, ഓപ്ഷൻ ബി ടാക്സ് മാനേജ്മെൻറ്റും ലീഗലാണ്, ഓപ്ഷൻ സി ഇല്ലീഗലാണ്, അത് നമ്മൾ പഠിക്കും. ഓപ്ഷൻ ഡി ടാക്സ് അവോയ്ഡൻസും ലീഗലാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി ഏതാണ് ഇതിൽ ആൻസർ എന്നല്ലേ. പക്ഷേ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ, എഗെയിൻസ്റ്റ് ദ ഇൻറ്റൻഷൻ ഫോർ വിച്ച് ദ ലോ ഈസ് മെയ്ഡ്. ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവും ദ ആൻസർ ഇസ് ടാക്സ് അവോയ്ഡൻസ്. Third question is, the technique of taking unfair advantage of the shortcomings in the tax rules to beat the intent of law is known as. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ടാക്സ് റൂൾസും ലോസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ? ടാക്സ് അവോയ്ഡൻസ് തന്നെയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടാക്സ് ഏവിയേഷൻ. അപ്പോൾ ടാക്സ് ഏവിയേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ഈസിയാണ് മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ടാക്സ് ഏവിയേഷൻ ഈസ് ഇല്ലീഗൽ അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി യൂസിങ് ഫ്രാഡുലൻറ്റ് പ്രാക്ടീസ്, മാനിപ്പുലേഷൻ ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. സോ ടാക്സ് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു ടേമാണ് ഇല്ലീഗൽ. അത് ഒരിക്കലും ലീഗലല്ല, ഇല്ലീഗലാണ്. മാനിപ്പുലേഷനിലൂടെയും ഫ്രാഡുലൻറ്റ് പ്രാക്ടീസിലൂടെയൊക്കെ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടാക്സ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പണിഷബിൾ. നമ്മൾ മുൻപ് പഠിച്ച ടാക്സ് പ്ലാനിങ്ങും അവോയ്ഡൻസും മാനേജ്മെൻറ്റ് എല്ലാം പഠിച്ചപ്പോൾ ലീഗലാണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് നോട്ട് പണിഷബിൾ അല്ലേ, പണിഷബിളൊന്നും അല്ലാന്നും മനസ്സിലാക്കി. പക്ഷേ ടാക്സ് ഏവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇല്ലീഗൽ ആൻഡ് പണിഷബിൾ ആണ്. പെനാലിറ്റീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ വിത്ത് എക്സാമ്പിൾ നമുക്ക് ടാക്സ് ഏവിയേഷൻ ക്ലിയറായി മനസ്സിലാക്കാം. അതുപോലെ എക്സാമിന് ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, മിസ്റ്റർ എക്സ് ഇൻകേർഡ് ₹75,000 as telephone expenses for his personal use. However, he charged his expense as office telephone expense in order to reduce his tax liability. This is an example for. സോ ഇവിടെ എന്താ പറയുന്നത്? മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ഉണ്ടായ പേഴ്സണൽ എക്സ്പെൻസ്, ദാറ്റ് ഈസ് 75,000 ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് ഉണ്ട്. അത് ആളുടെ പേഴ്സണൽ യൂസ് കാരണം ഉണ്ടായതാണ് അല്ലേ. പേഴ്സണൽ എക്സ്പെൻസ് ആണ് 75,000. ആൾ ഈ 75,000 ഓഫീസ് ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തു. ആക്ച്വലി പേഴ്സണൽ എക്സ്പെൻസ് ആണ്, പക്ഷെ ആൾ എന്ത് ചെയ്തു? ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തു. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്? ടാക്സ് ലോ പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻസ് കിട്ടാൻ, ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ അക്കൗണ്ട്സിൽ മാനിപ്പുലേറ്റ് ചെയ്തു അല്ലേ. ഒരു കള്ളത്തരത്തിലൂടെയാണ് ആൾ എന്ത് ചെയ്തിരിക്കുന്നത്? 75,000 എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലീഗലല്ല, അതൊരു ഇല്ലീഗൽ വഴിയാണ് ആളുടെ ടാക്സ് ലയബിലിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ആൻസർ ഈസ് ടാക്സ് ഏവിയേഷൻ. സോ ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയറായി മനസ്സിലാവും. When a person conceals his real income or withholds actual information regarding his income or makes false claims so as to reduce the tax liability, it is called tax evasion. അതായത് ഒരു വ്യക്തി ആളുടെ റിയൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആളുടെ ഇൻകത്തിന്, അതായത് വരുമാനത്തിനെ കുറിച്ചുള്ള ആക്ച്വൽ ഇൻഫോർമേഷനിൽ കുറച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്തിട്ട് ഫാൾസ് ക്ലെയിം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു റെഡ്യൂസ് ദ ടാക്സ് ലയബിലിറ്റി. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ടാക്സ് ഏവിയേഷൻ എന്ന് പറയുന്നത്.
Okay. All the practices of tax evasion are illegal, immoral and anti-nation. അതായത് ടാക്സ് ഏവിയേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇല്ലീഗലാണ്, ഇമ്മോറലാണ്, അതുപോലെ ആൻറ്റി നാഷണലാണ്. ഓക്കെ. ടാക്സ് ലോസ് കണ്ടെയ്ൻ ഹെവി പെനാലിറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ എഗെയിൻസ്റ്റ് പീപ്പിൾ ഹു അറ്റംപ്റ്റ് ടാക്സ് ഏവിയേഷൻ. ടാക്സ് ഏവിയേഷനിലൂടെ ടാക്സ് ലയബിലിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താണ്? ഹെവി പെനാലിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ എഗെയിൻസ്റ്റ് പീപ്പിൾ, അതായത് ആരാണോ ഇങ്ങനെ ടാക്സ് ഏവിയേഷൻ നടത്തുന്നത് അവർക്ക് ഹെവി പെനാലിറ്റീസ് കിട്ടുമെന്നാണ് പറയുന്നത്. Here, charging personal expenses as office expense is a clear example of tax evasion. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യുന്നത്? ആൾ പേഴ്സണൽ എക്സ്പെൻസ് ആസ് ഓഫീസ് എക്സ്പെൻസ്, അതായത് ആൾക്ക് ഉണ്ടായ പേഴ്സണൽ എക്സ്പെൻസിനെ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ടാക്സ് ഏവിയേഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2 എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണോ, 2 കറക്റ്റാണോ, അത് രണ്ടും കറക്റ്റാണോ? അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ടാക്സ് ഏവിയേഷൻ ഈസ് പ്ലാനിങ് ഡൺ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലൂപ്പ് ഹോൾസ് ഇൻ ദ ലോ ടു മിനിമൈസ് ദ ടാക്സ്. സ്റ്റേറ്റ്മെൻറ്റ് 2, tax avoidance is suppressing income or inflating expenditure and deliberately manipulate the records to minimize tax. എന്താ ഇവിടെ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എന്താ? ലൂപ്പ് ഹോൾസ് ഇൻ ലോയിൽ ഉണ്ടാകുന്ന ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്തിട്ട് മിനിമൈസിങ് ദ ടാക്സ് ആണ് ടാക്സ് ഏവിയേഷൻ എന്നാണ് പറയുന്നത്. അത് തികച്ചും തെറ്റാണ്. നമ്മൾ പഠിച്ചതാണ് ടാക്സ് അവോയ്ഡൻസ് ആണ്. ലൂപ്പ് ഹോൾസ് ഇൻ ലോ യൂസ് ചെയ്തിട്ട് മിനിമൈസിങ് ദ ടാക്സ് എന്ന് നമ്മൾ പഠിച്ചു. ടാക്സ് ഏവിയേഷൻ ഇസ് ഇല്ലീഗൽ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണെന്ന് നോക്കാം. ടാക്സ് അവോയ്ഡൻസ് ഈസ് സപ്രസിങ് ഇൻകം ഓർ ഇൻഫ്ലേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഡെലിബറേറ്റ്ലി മാനിപ്പുലേറ്റിംഗ് ദ റെക്കോർഡ് ടു മിനിമൈസ് ടാക്സ്. എന്താ ഇവിടെ ചെയ്യുന്നത്? ഇൻകത്തിനെ കുറച്ച് കാണിച്ചിട്ട് എക്സ്പെൻഡിച്ചറിനെ വലുതായി കാണിച്ചിട്ട് മിനിമൈസിങ് ദ ടാക്സ് അല്ലേ? അവരുടെ റെക്കോർഡ്സിലും കുറച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ കാണിക്കുന്നത്. ഇൻകം കുറച്ചും എക്സ്പെൻസ് കൂട്ടിയിട്ട് അവിടെ കുറച്ച് മാനിപ്പുലേഷൻസ് യൂസ് ചെയ്തിട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ശരിയാണോ? അല്ല അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ടാക്സ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സോ ഇപ്പോൾ വായിച്ച ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹവാല ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ്? ഓപ്ഷൻ എ, ടാക്സ് ഏവിയേഷൻ. ഓപ്ഷൻ ബി, ഇല്ലീഗൽ ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓപ്ഷൻ സി, ബാങ്ക് റോബറി. ഓപ്ഷൻ ഡി, ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം? ഹവാല എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മലയാളത്തിൽ കുഴൽപ്പണം എന്ന് പറയും. ഹവാല refers to tax evasion in which money is transferred without any actual transfer to evade taxes with the help of hawala dealers. ഹവാല എന്ന് പറയുന്നത് ഒരു ടാക്സ് ഏവിയേഷൻ ആണ്. ഹവാല ഡീലേഴ്സ് വഴി പ്രോപ്പർ ചാനലോ അല്ലെങ്കിൽ ലീഗൽ വഴി അല്ലാതെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച്, ഗവൺമെൻറ്, അങ്ങനെ ലീഗലായിട്ടുള്ള ആളുകൾ അറിയാതെ ഇല്ലീഗലായിട്ട് ക്യാഷ് ഹവാല ഡീലേഴ്സ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഹവാല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹവാല എന്താണ്? ഒരു ടാക്സ് ഏവിയേഷൻ ആണ്. ഹവാല എന്ന വാക്കിൻ്റെ അർത്ഥം ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്നാണ്. ഈ വാക്ക് ഒരു അറബിക് വേർഡാണ്. അപ്പോൾ വിത്ത് എക്സാമ്പിൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ടോം എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. ആൾ ഫോറിനിലാണ് താമസിക്കുന്നത്. ആളുടെ ഫ്രണ്ടാണ് സ്യു, നാട്ടിലാണ്, അതായത് കേരളത്തിലാണ്. സോ ടോമിന് കുറച്ച് ക്യാഷ് സ്യുയിലേക്ക് എത്തിക്കണം. അപ്പോൾ നോർമലി ബാങ്ക് വഴി, ഫോറിൻ എക്സ്ചേഞ്ച് വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ടോമിന് ഗവൺമെൻറ്റോ ബാങ്കോ ഫോറിൻ എക്സ്ചേഞ്ചോ ഒന്നും അറിയാതെ വേണം സ്യുയിലേക്ക് എത്തിക്കാൻ, ദാറ്റ് ഈസ് ഫ്രണ്ടിന് എത്തിക്കാൻ. സോ ടോം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഹവാല ഡീലറിനെ പോയി കാണും, ദാറ്റ് ഈസ് ബ്രോക്കർ എ. ഡീലറെ കണ്ടിട്ട് ആളുടെ കയ്യിൽ ക്യാഷ് കൊടുക്കും. എന്നിട്ട് അവർ തമ്മിലൊരു പാസ്വേഡും കൈമാറും. സോ ബ്രോക്കർ എ, ബ്രോക്കർ ബി എന്ന് പറയുന്നത് നാട്ടിലുള്ള കേരളത്തിലുള്ളൊരു ഹവാല ഡീലറാണ്.
ആളെ കോൺടാക്റ്റ് ചെയ്തിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസും പാസ്വേഡും ട്രാൻസ്ഫർ ചെയ്യും. അതായത് ബ്രോക്കർ എ ബ്രോക്കർ ബി നാട്ടിലുള്ള ഹവാല ഡീലർക്ക് ഇൻസ്ട്രക്ഷൻസും പാസ്വേഡും കൈമാറുന്നു. അതേസമയം ടോം തൻ്റെ ഫ്രണ്ടിന് നാട്ടിലുള്ള തൻ്റെ ഫ്രണ്ടിന് പാസ്വേഡ് കൈമാറുന്നു. ദെൻ നാട്ടിലുള്ള ഫ്രണ്ട് സ്വിയും ബ്രോക്കറും നാട്ടിലുള്ള ഹവാല ഡീലറും കണ്ടുമുട്ടുന്നു. എന്നിട്ട് സ്വി ആൾക്ക് ടോം പറഞ്ഞ പാസ്വേഡ് ഡീലർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഡീലർ ചെക്ക് ചെയ്യുന്നു, ക്യാഷ് സ്വിക്ക് തിരിച്ചു കൊടുക്കുന്നു, അതായത് ഫ്രണ്ടിന് കൊടുക്കുന്നു. സോ ഇവിടെ ഒരു ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫോർമൽ ഏജൻസീസും ഇവിടെ അറിഞ്ഞിട്ടില്ല ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ എന്താ, അതൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷനാണ്. സോ ടാക്സ് വെട്ടിക്കാൻ പറ്റില്ലേ. ഒരു ലീഗൽ വഴിയോടെ ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബാങ്ക് വഴിയാണ് മണി ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ടാക്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ഫോർമൽ വഴിയല്ല ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് നോ ടാക്സസ്. അപ്പോൾ അവർ ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷനാണ് ഇവിടെ നടന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. വേറെയും കുറേ റീസൺ ഉണ്ട്. ഈ ഹവാല ഡീലേഴ്സ് വഴി പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കുന്നത്. ലൈക്ക് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുക, ഫേക്ക് കറൻസീസ്, ഗോൾഡ് സ്മഗ്ലിംഗ്, ടെററിസ്റ്റിന് ക്യാഷ് എത്തിക്കുക ഫോർ വെപ്പൺസ് വാങ്ങാൻ, അങ്ങനെ പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കുന്നത് ഹവാല ഡീലേഴ്സ് വഴിയായിരിക്കും. ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടാക്സ് ഏവിയേഷൻ. കാരണം ടാക്സ് ഒന്നും കൊടുക്കാത്ത കള്ളപ്പണമാണ് അവിടെ എത്തിക്കുന്നത് അല്ലേ. കാരണം ടാക്സ് കൊടുക്കണമെങ്കിൽ എന്താണ്, ഒരു ഫോർമൽ വഴിയായിരിക്കണം. ലൈക്ക് ബാങ്ക്, ഗവൺമെൻറ്, ഫോറിൻ എക്സ്ചേഞ്ച്, അങ്ങനെ ഫോർമൽ വഴിയായിരിക്കണം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എന്നാലേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ ഇല്ലീഗലായിട്ട് ഈ ഫോർമൽ അതോറിറ്റി ഒന്നും അറിയാതെയാണ് ഇവിടെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്രയും പഠിച്ചതിൻ്റെ ഒരു സമ്മറി എന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും UGC നെറ്റ് എക്സാമിന് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. ലിസ്റ്റ് 1 നമ്മൾ പഠിച്ച ടാക്സ് മാനേജ്മെൻറ്റ്, അവോയ്ഡൻസ്, പ്ലാനിങ്, ഏവിയേഷൻ ആണ്. ഇതിൻ്റെ മീനിങ് ആണ് ലിസ്റ്റ് 2 തന്നിരിക്കുന്നത്. സോ ടാക്സ് മാനേജ്മെൻറ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് പേയിങ് ടാക്സ് അല്ലേ. നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. ഫിനാൻഷ്യൽ അഫെയർസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബുക്സ് ഓഡിറ്റ് ചെയ്യുക, അതാണ് ടാക്സ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് എന്താ? മിനിമൈസിങ് ടാക്സ് ലയബിലിറ്റി വിത്തിൻ ദ ലോ. ലോയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യണം. തേർഡ് വൺ ഇസ് ടാക്സ് പ്ലാനിങ്. അനാലിസിങ് എ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആൻഡ് എൻഷുറിങ് ടാക്സ് എഫിഷ്യൻസി അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം ഫോർ പേയിങ് ടാക്സ് അല്ലേ. നെക്സ്റ്റ് വൺ ഇസ് ടാക്സ് ഏവിയേഷൻ. ടാക്സ് ഏവിയേഷൻ കണ്ടാൽ തന്നെ അറിയാം, ഇറ്റ് ഈസ് എ ഇല്ലീഗൽ. അപ്പോൾ ഇല്ലീഗൽ ആൻഡ് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇല്ലീഗലുമാണ്, ടാക്സ് അടയ്ക്കാതെ ടാക്സ് വെട്ടിക്കുന്നതിനെയാണ് ടാക്സ് ഏവിയേഷൻ എന്ന് പറയുക. സോ ദ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും UGC നെറ്റ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ വിത്ത് PYQസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് UGC നെറ്റ്. അപ്പോൾ ഇനിയും ചാനലിൽ ഇതുപോലത്തെ നിറയെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്